ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതെല്ലാം ഏകദേശം ഒരു ചുക്കിഞ്ചിയുടെ പരുവായിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഇന്ന് നടുകയും ചെയ്യാം. അപ്പോൾ ഇഞ്ചി നമ്മൾ നടുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അത് വിളവെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഞ്ചി ഇതുപോലെ കേടായി പോവും, ഇതുപോലെ ചുക്കൊക്കെ ആയി പോവും. അപ്പം നമുക്കിനി നമ്മുടെ ബാക്കി ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 ഗ്രോ ബാഗിലേയും കൂടി നമുക്ക് ഇഞ്ചി നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാണാം. കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? അപ്പോൾ ഈ ചൂട് സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഈ മണ്ണെല്ലാം നന്നായിട്ട് ഉറച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓരോരോ ചെറിയ പാർട്സ് ആക്കിയിട്ട് ഇളക്കിയെടുക്കുവാണ്. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ കഷ്ണം നട്ടതാണ്. അതിനകത്തു നിന്നാണ് ഇത്രയും സ്പ്രെഡായിട്ട് നല്ല പുറ്റ് പോലെ ഇരിക്കുന്ന ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരെണ്ണം തന്നെ മതി നമുക്കൊരു 2 മാസത്തേക്കൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇഞ്ചി എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. അപ്പോൾ ഇപ്രാവശ്യം ഇനി നമുക്ക് നടുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കുറച്ച് ഇഞ്ചി നമുക്ക് ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ടാൽ മതി. നമുക്ക് എല്ലാ വർഷവും നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൂടാതെ ഞാൻ നേരത്തെയുള്ള ഗ്രോ ബാഗിലെ വിളവെടുപ്പ് കാണിച്ച സമയത്ത് അത് മൊത്തം വേരായിരുന്നു. വേര് കൂടുതലായിരുന്നു, അതുപോലെ തന്നെ അതിനകത്ത് ഇഞ്ചി കുറവായിരുന്നു. പക്ഷേ ഇതെല്ലാം അത്യാവശ്യം നല്ല വിളവെടുപ്പിന് നല്ല പാകമായിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും നമുക്ക് വീട്ടിലേക്ക് ആവശ്യം ഉള്ള സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇഞ്ചി വിളവെടുക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മളൊരു 7 മാസം ഒക്കെ ആയിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ ഇഞ്ചിയെല്ലാം. അപ്പോൾ ഇത് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇഞ്ചിയാണ് ഇത്രയും. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ആദ്യമൊക്കെ വിളവെടുപ്പ് കാണിച്ച സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇഞ്ചി നമ്മൾ വിളവെടുക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വേരൊക്കെ കുറവായിരുന്നു. പിന്നെ ഈ മണ്ണ് ഇനിയും നമ്മൾ ഇതിനകത്ത് ഇഞ്ചി നടാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലേയും കൂടി നോക്കാനുണ്ട്, അതുപോലെ ഈ ഒരു കവറിലേയും കൂടി നമുക്ക് ഇഞ്ചി നോക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കവറിലെ ഒന്ന് നോക്കാം. ഈ കവറ് നേരത്തെയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ, ഇപ്പോൾ പ്ലാസ്റ്റിക് അത്യാവശ്യം നിരോധിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കവറൊക്കെ കിട്ടും. അപ്പോൾ ഒരു 1-2 കവർ ശേഷിച്ച് 1-2 കവർ എടുത്തിട്ട് നട്ടതാണിത്. അപ്പോൾ ഇത് നട്ട് പകുതിയായപ്പോൾ തന്നെ ഇഞ്ചി പുറത്തോട്ട് തള്ളി വന്ന് ആ കവർ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ കവർ അങ്ങ് കീറുവാണ്. മണ്ണെല്ലാം നല്ല ചൂടായതുകൊണ്ട് തന്നെ മണ്ണെല്ലാം നന്നായിട്ട് ഉറച്ചിരിക്കുവാണ്. അപ്പോൾ എളുപ്പത്തിന് ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അന്നേരം വീട്ടിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വേണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ്. പക്ഷേ നമുക്ക് എളുപ്പത്തിന് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ ഒരു 2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് വെള്ളമോ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഇഞ്ചി ഇളകിപ്പോരും. അപ്പോൾ നമ്മൾ അന്നേരം അങ്ങ് എടുത്തപ്പോൾ അങ്ങനെ ആയതാണ്. കണ്ടില്ലേ, ഇതെല്ലാം തന്നെ നന്നായിട്ട് ആ മണ്ണെല്ലാം തന്നെ നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ 2-ാം മാസം അതുപോലെ തന്നെ 4-ാം മാസവും എങ്ങനെയൊക്കെയാണ് വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണേണ്ടവരൊക്കെ കണ്ടു നോക്കൂ. അപ്പോൾ ആ ഓരോ മാസം കൊടുത്തിട്ടുള്ള വളങ്ങളുടെയൊക്കെയാണ് എല്ലാം തന്നെ നന്നായിട്ട് കമ്പോസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പച്ചിലുകളൊക്കെ കൂടുതൽ നമ്മൾ വളമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ 2 പ്രാവശ്യമാണ് വളം ചെയ്യേണ്ടത്. ഒന്ന് 2-ാം മാസവും 4-ാം മാസവും. അപ്പോൾ ഈ ഒരു 2 പ്രാവശ്യം നമ്മൾ വളം ചെയ്താൽ മതി, നന്നായിട്ട് ഇഞ്ചി ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ ഇഞ്ചിയാണ് ഇതെല്ലാം.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം നമ്മളൊരു ചെറിയ ഇഞ്ചിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെയൊക്കെ ഇഞ്ചി നട്ട് നോക്കണം. അപ്പോൾ ചില ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കിട്ടുന്നത്, എന്നാൽ ചിലതിലൊക്കെ നമുക്ക് നന്നായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടുന്ന ഇഞ്ചിയുടെ വലിപ്പം അനുസരിച്ചൊക്കെ തന്നെയാണ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. എന്നാൽ പോലും ഒരു ചെറിയ കഷ്ണം നട്ടിട്ട് നമ്മൾ നന്നായിട്ട് വളമിട്ട് കൊടുത്താലും നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തെളിവാണ് നമ്മൾ കാണുന്ന വീഡിയോ എല്ലാം തന്നെ. അപ്പോൾ ഈ ഗ്രോ ബാഗ് എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടാനെടുത്ത ഗ്രോ ബാഗ് നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്നുണ്ട് ഈ ഗ്രോ ബാഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. കണ്ടില്ലേ, ഇത് ഒന്നും തന്നെ പൊടിഞ്ഞു പോയിട്ടില്ല. ഇത് നല്ല കട്ടിയുള്ള സിമെൻറ്റ് ജാക്കായിരുന്നു, അതാണ് നമ്മൾ ഗ്രോ ബാഗാക്കി എടുത്തത്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള കട്ടിയുള്ള സിമെൻറ്റ് ചാക്കിലൊക്കെ നടാൻ ശ്രമിക്കുക. ഗ്രോ ബാഗ് അതുപോലെ തന്നെ കവറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്രാവശ്യമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൂടുതലായിട്ട് ഇഞ്ചി പുറത്തോട്ട് തള്ളി ഗ്രോ ബാഗൊക്കെ പെട്ടെന്ന് കീറിപ്പോവും. ഈ അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഇതുപോലെയുള്ള സിമെൻറ്റ് ചാക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിസ്താരമുള്ള, അതായത് ഇപ്പം വിസ്താരമുള്ള ബേസൺ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ തെർമോക്കോളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല വിസ്താരമായിട്ട് വേണം നമ്മൾ ഇത് നടാൻ നേരം തയ്യാറാക്കേണ്ടത്. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇഞ്ചി ഇങ്ങനെ ധാരാളമായിട്ട് വിത്ത് പൊട്ടി നന്നായിട്ട് സ്പ്രെഡായിട്ട് വളർന്ന് നമുക്ക് ഒത്തിരി ഇഞ്ചി കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഈ രണ്ടാമത് എടുത്തിട്ടുള്ള ഇഞ്ചി എല്ലാം കൂടിയാണിത്. കണ്ടോ, ഇതൊരു 2 കവറിലെയാണ് നമുക്ക് ഈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചിലതൊക്കെ ഇനിയും കുറച്ചും കൂടി മൂക്കാനായിട്ടുണ്ട്. എന്നാലും ഏകദേശം അത്യാവശ്യം എല്ലാം തന്നെ നന്നായിട്ട്, ഇതെല്ലാം തന്നെ ഫുള്ള് നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ മുളകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുളയുള്ള ഭാഗമാണ്, അതായത് ഒരു വിത്തിഞ്ചിയുടെ പരുവത്തിലേക്ക് എത്തിയിട്ടുള്ള ഇഞ്ചിയാണ് ഇതെല്ലാം. അപ്പോൾ ഈ മുളയുള്ള ഭാഗം നമുക്കിനി നടാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ വിളവെടുത്തിട്ടുള്ള ഇഞ്ചി കുറച്ചൊക്കെ നമ്മൾ കറിക്കായിട്ടൊക്കെ എടുത്തു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് മുളപ്പിക്കാൻ വെക്കണം. അതുപോലെ തന്നെ മുളയുള്ളതൊക്കെ നമുക്ക് നേരിട്ട് നടുകയും ചെയ്യാം. അപ്പം ഇത് മുള വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേപ്പറിനകത്ത് പൊതിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് കുറച്ച് ദിവസം വെച്ചാൽ മുള വരും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിയില ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ട് വെള്ളം തളിച്ച് വെക്കുകയാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ മുളകളൊക്കെ വരും. അങ്ങനെ നമുക്ക് നടാം. മുളയില്ല നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് മുള വന്നിട്ട് മാത്രമേ നമ്മൾ ഇഞ്ചി നടാവൂ. അപ്പോൾ ഇത് നമ്മൾ ചാണകപ്പാലിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ ചാരത്തിലോട്ട് ഇടുന്നത്. ഇപ്പം ചാണകപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒന്ന് നനച്ചിട്ട് അത് നമ്മൾ കുറച്ച് ചാരം ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ട് നമ്മൾ നട്ടാലും മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നടുന്ന സമയത്ത് നല്ല കരുത്തോടെ വളരും ഇഞ്ചി. അപ്പോൾ ഞാനിവിടെ ഗ്ലൗസ് തീർന്നതുകൊണ്ട് ഞാനൊരു തൽക്കാലം ഒരു കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ ഈ ചാണകപ്പാലിലൊക്കെ കൈ മുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. മുറിവുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെപ്റ്റിക്കായി പോകും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒരു ദിവസം ഒന്ന് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അത്ര ശക്തമായിട്ടുള്ള വെയിലത്ത് വെക്കരുത്, ഒരു ചെറിയ ഇളം വെയിലിൽ നമുക്കൊന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചാക്കിനകത്താണ്. അപ്പോൾ ഏകദേശം ഒരു പകുതി വരെ നമ്മൾ കരിയില നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ലൊരു പച്ചില, നമുക്ക് വീടുകളിൽ ഉള്ള ഒരു പച്ചില ഉപയോഗിച്ചാൽ തന്നെ നന്നായിട്ട് ഇഞ്ചി വളരും. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.